ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനുള്ള സ്ഥലം നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിന്ന് എവിടെയാണുള്ളത്? വിടനിയറകളിൽ ചരിത്രമൊന്ന് ഉറങ്ങുന്നു. മുനിയാട്ടുകുന്നിലേക്ക് സ്വാഗതം. മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതി, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ ഇതാണ് മുനിയാട്ടുകുന്ന്, തൃശ്ശൂർ നമ്മുടെ കോട്ടക്കര, മുപ്ലിയും ആമ്പല്ലൂർ അതിനിടയിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗണപതിയുടെ ചെറിയ അമ്പലമുണ്ട്. നമുക്ക് പയ്യനെ കയറി പോയി നോക്കാം. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ പാറകളിലൊക്കെ വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുണ്ട്, ഒരു സൈൻ ബോർഡുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ സംരക്ഷിത സ്മാരകങ്ങൾ കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 1968 പ്രാചീന സംസ്കാര പുരാവസ്തു സാങ്കേതിക പുരാവശിഷ്ട നിയമത്തിലെ 30-ാം വകുപ്പ് പ്രകാരം 3 മാസത്തോളം വരാവുന്ന കഠിന തടവോ 5000 രൂപയോളം വരാവുന്ന പിഴയോ രണ്ടും കൂടി ശിക്ഷ വിധിക്കപ്പെടും. അതാ, അപ്പോൾ നിസ്സാര സ്ഥലമല്ല, നമ്മളത് കാണാൻ പോകണം കേട്ടോ. ഗംഭീര ലൊക്കേഷൻ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്നിരുന്നു. നമുക്കിവിടെ ഒരു കുരിശും കാണാം. അതുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഞാൻ ഈ പ്രദേശത്തിനെ കുറിച്ച് ചുമ്മാ ഒന്ന് കേട്ടിട്ടുള്ളൂ. ഇവിടെ എന്താണ് ഏതാണ് ഒന്നും എനിക്കറിയില്ല. നോക്കാൻ പോയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താ ഉള്ളത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പോയി നോക്കാം. അത്യാവശ്യം നല്ല വലിയ കയറ്റാണ്. താഴോട്ട് നോക്കി കാണാം. മേലോട്ട് കുറച്ചും കൂടി കയറാനുണ്ട്. മുനിയറക്കുന്ന് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ആ മുനിയറക്കുന്നിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഇപ്പം അങ്ങനെ ഞാനിവിടെ നിന്ന് കാല് വഴുതിക്കാൻ താഴെ പോയത് തന്നെ. കാരണം എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നിനക്ക് എന്തിൻ്റെ കഴപ്പാന്ന് ചോദിക്കരുത്. ഇത് കണ്ടവർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കാണാം. അത്രയുള്ള ആഗ്രഹം. ഹെവിയാണ്. കുറച്ച് മുകളിലെത്തി. ഇനി നോക്കിയപ്പോഴേ ഇവിടെ നിന്ന് അങ്ങോട്ട് വഴുക്കുന്നുണ്ട്. സാരല്ല, പോയി നോക്കട്ടെ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുടജാതിരിൽ മാത്രമല്ല ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്നുള്ള ആ ടെമ്പിൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അതേപോലെ സാധനം ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ ഗൈസ്, കുടജാദ്രിയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ ഇരുന്ന ധ്യാനിച്ചിരുന്ന സ്ഥലം. എന്താ അതേപോലെ പണ്ട് ഏത് മുനിവര്യന്മാർ തപസ്സിരുന്ന സ്ഥലം. അതാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഗംഭീര വ്യൂ പോയിൻ്റ് ആട്ടോ സത്യത്തിൽ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രം സ്വന്തമായ കുറേ കാര്യങ്ങളുണ്ട്. അതിങ്ങനെ ഈ തിരക്കുള്ള നഗരത്തിലുള്ളവരോടൊന്നും പറഞ്ഞിട്ട് അല്ല, ഇവിടെ ഉള്ളവരോട് പറഞ്ഞിട്ടല്ലേ, അവർക്ക് ഇതെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ.
ഓ എൻ്റെ പൊന്നെ, കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു. എനിക്ക് വയ്യ. അടിപൊളി വ്യൂ കേട്ടാ. ഇത് തിരിച്ച് താഴോട്ട് ഇറങ്ങണം. നല്ല വഴുക്കലുണ്ട് പാറയ്ക്കൊക്കെ. മഴ പെയ്ത് വെള്ളം താഴോട്ട് പോയിട്ടേ. അപ്പോൾ നമ്മൾ പണ്ട് ഋഷിവര്യന്മാരെല്ലാം ധ്യാനിച്ചിരുന്ന ആ ഒരിടം നിങ്ങൾ കണ്ടല്ലോ. ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഇത് സംരക്ഷിച്ച് പോരുന്നത് കേട്ടോ. ഇവിടെ പിന്നെ അത്യാവശ്യം നമ്മൾ മലയാളികൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മഞ്ച്, ഡാർക്ക് ഫാൻറ്റസി, പ്ലാസ്റ്റിക് ബോട്ടിൽ, അങ്ങനെ വേണ്ട ഒരു പൈതൃകം ഉള്ള സ്ഥലം എങ്ങനെയൊക്കെ വൃത്തികേടാക്കാൻ പറ്റുമോ അതേപോലെയൊക്കെ നമ്മൾ പരമാവധി വൃത്തികേടാക്കാൻ മലയാളികൾ, അതായത് ഇവിടെ വരുന്നവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ എന്താ പറയുക, ഇതിൻ്റെ ഒരു പൈതൃകം അതൊന്നും നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിപ്പോൾ ജാതി പറയല്ല കേട്ടോ. ഹിന്ദുക്കളുടെ ആയാലും ശരി, ക്രിസ്ത്യൻസിൻ്റെ ആയാലും ശരി, മുസ്ലിംസിൻ്റെ ആയാലും ശരി, അതെല്ലാം ആ പൈതൃകത്തോടെ തന്നെ കൊണ്ടുപോകണം. അതെല്ലാം കാണാൻ വരുന്നവർ ആ ഒരു മെൻറ്റാലിറ്റി തന്നെ വരണം, അല്ലേ? അപ്പോഴല്ലേ രസമുള്ളൂ. നിങ്ങൾക്കിവിടെ വരാം, ഫുഡ് ഇരുന്ന് കഴിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളുണ്ടാക്കുന്ന നിങ്ങളുടേതായ വേസ്റ്റ് അത് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.